പഴയ സിദ്ധാന്തങ്ങളൊന്നും ഇനി നടക്കൂല. റഹിമല്ലാഹു വാലിദൻ, ഒരു ഉപ്പാക്കും ഉമ്മാക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഹദീസിലുണ്ട്. ആരാണ് ആ ഉപ്പയും ഉമ്മയും? ആന വലദഹു അലാ ബിർരിഹി, മക്കൾ അനുസരണ ഉള്ളവരാവാൻ വേണ്ടി അവരെ തന്നെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് അവൻ എന്തോ ഒരു ചൂടിലുള്ളത്, ടൂറിന് പോകാൻ ക്യാഷ് ഒക്കാത്തതിന്റെ പേരിൽ പ്രയാസത്തിലുള്ളത്, അവനോട് ഇപ്പം ഉള്ളി തക്കാളി വാങ്ങാൻ പറഞ്ഞ പോകില്ലാന്ന് ഉറപ്പാ. അങ്ങനത്തെ സമയത്ത് ഉമ്മ പറയാൻ പോകുമ്പോ ഉപ്പ പറയണം, ഉപ്പ പറയട്ടെ ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം, ഈ ഉപ്പാക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇതാണ് ഉപ്പ. ഒന്ന് പോ നോക്കണല്ലോ. ഞാൻ ഉപ്പയാണെങ്കിൽ ഈ സിദ്ധാന്തങ്ങളുടെ കാലമൊക്കെ ഹാസ് ഗോൺ, കഴിഞ്ഞു. മാതാപിതാക്കളെ അനിവാര്യമായി ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ആ മക്കളെ ഒക്കെ നന്മയുള്ളവരായി മാറാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് അനുസരണക്കേട് വർദ്ധിച്ച കാലത്ത് അവരെ നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഹദീസിനെ വിശദീകരിച്ച് അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബ് എഴുതി വെക്കുന്നു.